ലണ്ടനിലെ വെംബ്ലി സ്റ്റേഡിയത്തിൽ 11 വർഷം മുൻപ് കയ്യെത്തും ദൂരെ നഷ്ടമായ രണ്ടാം കിരീടം തിരിച്ചുപിടിക്കാൻ ബൊറൂസിയ ഡോർട്ട്മുണ്ട് അതേ സ്റ്റേഡിയത്തിൽ തന്നെ വീണ്ടും കലാശപ്പോരിനിറങ്ങും. അന്ന് കിരീടം തട്ടിയെടുത്ത ബയൺ മ്യൂണിക്കിനെ എതിരാളിയായി കിട്ടിയാൽ മധുര പ്രതികാരത്തിന് കളമൊരുങ്ങും. റയൽ ബയൺ രണ്ടാം പാദ സെമി പോരാട്ടത്തിന് മണിക്കൂറുകൾ മാത്രമേ ഇനി ബാക്കിയുള്ളൂ എന്നതിനാൽ ഈ അനിശ്ചിതത്വം അധികം നീളില്ല. PSG 2 പാദങ്ങളിലുമായി 2-0 കീഴടക്കിയാണ് ബൊറൂസിയ ഡോർട്ട്മുണ്ട് യുവേഫ ചാമ്പ്യൻസ് ലീഗ് ഫൈനലിൽ പ്രവേശിച്ചത്. പാരീസിൽ നടന്ന രണ്ടാം പാദ സെമി ഫൈനലിൽ PSG 1-0 കീഴടക്കിയാണ് മഞ്ഞപ്പട ഫൈനൽ ഉറപ്പാക്കിയത്. ആദ്യ പാദത്തിലും ജർമ്മൻ ക്ലബ്ബ് 1-0 ജയിച്ചിരുന്നു. ചരിത്രത്തിൽ ഒരു തവണ മാത്രമേ ചാമ്പ്യൻസ് ലീഗ് കിരീടം ഡോർട്ട്മുണ്ട് ഷോക്കേഴ്സിൽ എത്തിച്ചിട്ടുള്ളൂ. 1997 യുവന്റസിനെ 3-1 കീഴടക്കി കന്നി കിരീടത്തിൽ മുത്തമിട്ട ഡോർട്ട്മുണ്ടിന് 27 വർഷത്തെ കാത്തിരിപ്പാണ് അറുതിയാക്കേണ്ടത്. രണ്ടാമത്തെ ചാമ്പ്യൻസ് ലീഗ് കിരീടം ഡോർട്ട്മുണ്ടിൽ എത്തിക്കാനാകുമെന്ന കടുത്ത ആത്മവിശ്വാസത്തിലാണ് പാർക്ക് ഡെസ് പ്രിൻസസിൽ PSG-ക്കെതിരെ വിജയ ഗോൾ നേടിയ ഡിഫൻഡർ മാറ്റ്സ് ഹമ്മൽസ്. ഗ്രൂപ്പ് ഘട്ടത്തിലെ രണ്ടാം മത്സരം മുതൽ ഞങ്ങൾക്ക് ജയിക്കാൻ കഴിയുമെന്ന് ഞങ്ങൾ വിശ്വസിച്ചിരുന്നു. വെംബ്ലിയിൽ എന്തുകൊണ്ട് വിജയിച്ചുകൂടാ? വളരെ പെട്ടെന്ന് കളിയും കളിക്കളവും തങ്ങൾക്ക് അനുകൂലമാക്കാൻ കഴിഞ്ഞുവെന്നതാണ് വിജയരഹസ്യം. എൻ്റെ കരിയറിൽ വളരെ കുറച്ച് ചാമ്പ്യൻസ് ലീഗ് ഗോളുകൾ മാത്രമാണ് ഞാൻ നേടിയത്, വെറും 5. അതിലേക്ക് ഒന്നുകൂടി ചേർക്കാൻ ഏറ്റവും മികച്ച സമയമായിരുന്നു ഇതെന്നും ഹമ്മൽസ് പറഞ്ഞു. 2013 വെംബ്ലിയിൽ നടന്ന ചാമ്പ്യൻസ് ലീഗ് ഫൈനലിൽ ഡോർട്ട്മുണ്ട് ടീമിൻ്റെ ഭാഗമായിരുന്നു ഹമ്മൽസ്. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.